കർത്തൻ തന്നൂടെ സ്നേഹിതരാം 12 അപ്പോസ്തലന്മാർ പ്രേക്ഷിത വേലയ്ക്കായി നൽകി ജീവനിതും തൻ ജീവിതവും. ത്രിയേക ദൈവത്തിന് അധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ സഭ ഒന്നാകെ പരിശുദ്ധ ശ്ലീഹന്മാരെ ഓർക്കുന്ന ഈ നാളുകളിൽ ഇന്ന് നമ്മൾ ഓർക്കുന്നത് പരിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹായാണ്. കൊത്തനയ പട്ടണത്തിൽ ജനിച്ച് വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹായ്, അതായത് കർത്താവിന്റെ മറ്റൊരു ശിഷ്യൻ കൂടിയായിരുന്ന വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹായാൽ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരാളാണ് പരിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹ. വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടത്തും ബർത്തലോമേയോസ് ശ്ലീഹായെ നഥാനിയേലുമായി പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് കർത്താവ് നഥാനിയെ നോക്കി പറയുമ്പോൾ തന്നെ ദൈവികമായ കാര്യങ്ങളിൽ എത്രത്തോളം തീക്ഷ്ണത ഇദ്ദേഹം പുലർത്തിയിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അത്തിവൃക്ഷത്തിന്റെ കീഴിലിരുന്ന് തപസ് ചെയ്യുകയും അല്ലെങ്കിൽ അത്തി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു ശ്ലീഹ കൂടിയായിരുന്നു വിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹ. കർത്താവ് പലയിടത്തും വേദപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ ഇദ്ദേഹത്തുമായി സംസാരിക്കുമ്പോൾ ഇദ്ദേഹം അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവിക കാര്യങ്ങളിൽ വളരെ തീക്ഷ്ണത പുലർത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. തൊൽമായി രാജപരമ്പരയിൽ ജനിച്ച പുത്രന്മാർക്ക് നൽകപ്പെട്ടിരുന്ന പേരായിരുന്നു ബർത്തലുമായി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാജപരമ്പരയിൽ ജനിച്ച് തന്റെ സ്വത്തുക്കളെല്ലാം ദരിദ്രർക്ക് വേണ്ടി വിഭാഗിച്ചു നൽകി സാധാരണക്കാരനായി സമൂഹത്തിൽ ജീവിച്ച ഒരു ശ്ലീഹയായിരുന്നു വിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹ. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏഷ്യ മൈനർ, യമൻ, അറേബ്യ, അർമേനിയ, ടർക്കിയിലെ ലൊക്കോനിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇദ്ദേഹം സുവിശേഷം അറിയിക്കുകയും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എബ്രായ ഭാഷയിൽ അവിടുള്ള ആൾക്കാർക്ക് നൽകപ്പെടുകയും ചെയ്തതായി സഭാചരിത്രകാരനായ വിശുദ്ധ യൗസേബിയോസ് അപ്പോക്രിഫിക്കൽ ഗ്രന്ഥങ്ങളിൽ സാക്ഷീകരിക്കുന്നു. തുടർന്ന് ഇദ്ദേഹം വിശുദ്ധ ഫിലിപ്പോസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൽ പങ്കാളിയാകുകയും അദ്ദേഹത്തിന് കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്തതായി കരുതപ്പെടുന്നു. തുടർന്ന് വിഗ്രഹാരാധികളുടെയും നാടുവാഴികളുടെയും കഠിനമായ പീഡനങ്ങൾക്കൊടുവിൽ ജീവനോടെ തൊലിയുരിക്കപ്പെട്ട ശേഷം തലകീഴായി ക്രൂശിക്കപ്പെട്ടാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിനു വേണ്ടി മരിച്ച ശ്ലീഹന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്ന മറ്റൊരു പേരാണ് പരിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹ. ഇദ്ദേഹത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ജീവിത വഴി പരിശോധിക്കുമ്പോൾ വളരെ കൗതുകമായ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ AD 55 വിശുദ്ധ മാർത്തോമാ ശ്ലീഹായ്ക്ക് ശേഷം ഇന്ത്യയിൽ വന്നു എന്ന് കരുതപ്പെടുന്ന മറ്റൊരു കർത്തശിഷ്യനാണ് പരിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹ. അതിന് പ്രധാനമായ തെളിവുകളായി കണക്കാക്കപ്പെടുന്നത് ബോംബെ, കല്യാൺ എന്ന പ്രദേശങ്ങളിൽ ആ അവസരങ്ങളെല്ലാം അതിനുശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അറമായ ഭാഷയിൽ അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പലയിടത്തും ഇദ്ദേഹം സുവിശേഷം അറിയിച്ചതായി നമുക്ക് കണക്കാക്കപ്പെടുന്നു. ഒരു രാജവംശത്തിൽ ജനിച്ചിട്ട് തനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് വേണ്ടി വിട്ടു നൽകി കർത്തശിഷ്യനായി പേരിൽ മാത്രമല്ല ജീവിതത്തിലും പ്രാഗൽഭ്യമാക്കി അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിയ ഒരു ശ്ലീഹയാണ് പരിശുദ്ധനായ ബർത്തലോമേയോസ് ശ്ലീഹ. വളരെ ശാന്ത സ്വഭാവനും തന്റെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുവാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ ഓർക്കുന്ന ഈ അവസരത്തിൽ ഇദ്ദേഹത്തിന്റെ മധ്യസ്ഥ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ സഭയ്ക്കും നമ്മുടെ ഇടവകയ്ക്കും കാവലും കോട്ടയമായി തീർന്നു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മധ്യസ്ഥയിൽ ശരണപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.